കേരള സ്റ്റോറി 2 ഹൈക്കോടതി കാണുന്നതിൽ എതിർപ്പറിയിച്ച നിർമ്മാതാവ് വിലയിരുത്താനുള്ള അധികാരം സെൻസർ ബോർഡിനാണ്. നിർമ്മാതാവിന്റെ സത്യവാങ്മൂലം വന്നിരിക്കുന്നു. രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, എന്ത് തർക്കമാണ് ഇപ്പോൾ അറിയിക്കുന്നത്? ഏറ്റവും ഒടുവിലായി കോടതി കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ട് ഈ ചിത്രം കാണട്ടെ, കണ്ടു കഴിഞ്ഞ ശേഷം അത് സർഗാത്മകമാണോ അതല്ല ഏതെങ്കിലും രീതിയിൽ സംസ്ഥാനത്തെ ഇകഴ്ത്താനാണോ എന്നതൊക്കെയുള്ള തീർപ്പ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്താണല്ലോ ഈ മുട്ടാത്തർക്കം. പ്രജീഷ്, വിവാദങ്ങൾക്കൊടുവിൽ കേരള സ്റ്റോറി 2 കാണാം എന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് എതിർപ്പ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത്. സത്യവാങ്മൂലത്തിലൂടെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതായത് സെൻസർ ബോർഡ് ആണ് ഇതിനുള്ള അവകാശം, സെൻസർ ബോർഡിനാണ് ഇക്കാര്യത്തിലുള്ള അവകാശം എന്നതാണ് ഇപ്പോൾ ഈ അഫിഡവിറ്റിൽ നിർമ്മാതാവ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് മുകളിൽ ഇത് വിലയിരുത്തുന്നത് ശരിയല്ല. ഹൈക്കോടതി ഇടപെട്ട ഒരു മേൽനോട്ട അധികാരം ഇതിൽ ഉപയോഗിക്കുന്നത് ശരിയല്ല. വിദഗ്ധർ കണ്ട് ഇത് വിലയിരുത്തിയിരുന്നതാണ്. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചാണ് കടന്നുപോയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ചിത്രം തുടങ്ങുന്നതിന് മുൻപ് ഒരു ഡിസ്ക്ലൈമർ അടക്കം ഉണ്ട്. യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആണ് കഥാപാത്രവും സംഭവങ്ങളും എന്നും അത് സിനിമാറ്റിക് ആവശ്യത്തിനായി നാടകീയവൽക്കരിച്ചാണ് എന്നടക്കമുള്ള ഡിസ്ക്ലൈമർ ഉണ്ട് എന്നതാണ് പറയുന്നത്. മാത്രമല്ല, ഇതിൽ ഈ പറയുന്നത് പോലെ ഈ ടീസർ പുറത്തിറങ്ങിയ ടീസറിന്റെ 2 മിനിറ്റ് മാത്രം കണ്ടുകൊണ്ട് ഈ കോടതിയിൽ ഹർജിയുമായി എത്തുന്നത് ദുരുദ്ദേശപരമാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നിർമ്മാതാവ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ചിട്ടുള്ള വാദങ്ങൾ. എന്തായാലും കോടതി അല്പസമയത്തിനകം തന്നെ കേസ് പരിഗണിക്കും. കഴിഞ്ഞ ദിവസമാണ് കോടതി പറഞ്ഞത് ഈ സിനിമ കാണാം, കാരണം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആശങ്കകളുണ്ട്, ഈ സിനിമ കാണാതിരിക്കാൻ കഴിയില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്. അതേസമയം ഉച്ചയ്ക്ക് കേസ് പരിഗണിച്ച ഘട്ടത്തിൽ, ഇന്നലെ ഉച്ചയ്ക്ക് കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഇത് ഈ പെറ്റീഷൻ എന്ന് പറയുന്നത് ഒരു പൊതു സ്വഭാവത്തിന്റെ, ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ സ്വഭാവമുണ്ട്. കാരണം ഇത് കക്ഷികളായിട്ടുള്ളവരല്ല ഈ പെറ്റീഷനുമായി വന്നിരിക്കുന്നത് തുടങ്ങിയ വാദങ്ങൾ നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ചു. ആ ഘട്ടത്തിൽ കോടതി പറഞ്ഞത് നിങ്ങൾക്ക് ഈ നിർമ്മാതാക്കൾക്ക് ഇത് സിനിമ കോടതി കാണുന്നതിന് താല്പര്യമില്ല എന്ന് തോന്നുന്നു എന്ന ഒരു പരാമർശവും കോടതി നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു മറുപടി സത്യവാങ്മൂലം ഇപ്പോൾ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നത്. എന്തായാലും കോടതി ഇതിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നത് കാത്തിരുന്ന് കാണാം. വളരെ സുപ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ എന്താണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നതും വളരെ പ്രസക്തമാണ്. എന്തായിരിക്കും എന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ കേസ് പരിഗണിക്കും.